അച്ഛനും മകനും 55 വർഷം ജനപ്രതിനിധിയായ മണ്ഡലമാണ് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം. മുഖ്യമന്ത്രിക്ക് ജന്മം നൽകിയ ഈ മണ്ഡലത്തിൽ അതിന്റേതായ വികസനം എത്തിയിട്ടുമില്ല. വികസന മുരടിപ്പിന്റെ അരനൂറ്റാണ്ടാണ് ഈ മണ്ഡലത്തിന് പറയാനുള്ളത്. 1970-ലാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആദ്യമായി പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭയിൽ എത്തിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണം വരെ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു പുതുപ്പള്ളിയുടെ സ്വന്തം MLA. മരണശേഷം മകൻ ചാണ്ടി ഉമ്മനും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. അച്ഛനും മകനും തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും കാര്യമായ വികസനമുണ്ടായില്ലെന്നാണ് ഇടതുപക്ഷത്തിന് പറയാനുള്ളത്. കോട്ടയം നിയോജകമണ്ഡലത്തിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ നിങ്ങൾക്കറിയാമല്ലോ, പടവലം കയറാൻ പാകത്തിന് പണം മുടക്കി ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുമില്ലാതെ ചെയ്ത് എത്ര കോടി രൂപ നഷ്ടപ്പെടും. കഞ്ഞിക്കുഴിയിലെ ട്രാഫിക് പ്രശ്നം നിങ്ങൾക്കറിയാം. ഗതാഗതം മണർകാട്ടൂർ വന്ന് എന്താണ് ഇവരുടെയൊക്കെ ഇടപെടിയിൽ? ഇതൊന്നും അവരുടെ വിഷയത്തിലില്ല. പുതുപ്പള്ളി മണ്ഡലത്തിന് ഒരു വികസനവും ഇല്ലാത്തൊരു മണ്ഡലം. എടുത്തു പറയത്തക്ക, നിങ്ങളിതേ മണ്ഡലത്തിലൂടെ ഒന്ന് സന്ദർശിച്ചാലറിയാം, എടുത്തു പറയത്തക്ക യാതൊരു വ്യവസായ സ്ഥാപനങ്ങളോ ഏതെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിലോ അല്ലെ റോഡുകളുടെ നിലവാരം എടുത്താലോ എന്താണ് ഈ അരനൂറ്റാണ്ടിനപ്പുറം ഇതിനെ പ്രതിനിധീകരിച്ചത് ചെയ്തത് എന്ന് ചോദിച്ചാൽ അത്ഭുതം തോന്നും. ദേശീയപാതയായി മാറിയ പഴയ കോട്ടയം കുമളി റോഡ് കടന്നു പോകുന്നത് മണ്ഡലത്തിലൂടെയാണ്. ഈ പാതയിൽ പ്രധാന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഇടമാണ് മണർകാട്. മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കഞ്ഞിക്കുഴിയിലും ഗതാഗതക്കുരുക്കിന് ഒരു കുറവുമില്ല. ഇത് പരിഹരിക്കാൻ ഇക്കാലമത്രയും MLA-മാരായിരുന്ന ചാണ്ടിക്കും ഉമ്മൻചാണ്ടിക്കും കഴിഞ്ഞിട്ടുമില്ല. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 7 കോടിയിൽ പരം രൂപയാണ് മണ്ഡലത്തിൻ്റെ വികസനത്തിനായി നൽകിയത്. അതുവഴി തകർന്നു കിടന്ന റോഡുകളും സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രധാന സർക്കാർ സ്കൂൾ കിഫ്ബി ഫണ്ടിലൂടെ പണം അനുവദിച്ചാണ് പുതുക്കി പണിതത്. അപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ലഭിച്ചില്ലെന്നാണ് ഇപ്പോഴത്തെ MLA ചാണ്ടി ഉമ്മൻ്റെ പരാതി. ഒന്നിലേറെ തവണ മന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടി മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തുവെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ മറുചോദ്യം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.